എല്ലാവർക്കും നമസ്കാരം. ഈ ഇടയ്ക്ക് വന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അത് നമ്മളെല്ലാവരും കൂടുതൽ തിങ്കിങ് ആയിട്ടുള്ളത് ഈ ILRന്റെ കാലാവധി മുന്നോട്ട് നീക്കുമോ, 10 വർഷമാക്കുമോ എന്നതിനെ പറ്റിയാണ്. പക്ഷെ ഇതുവരെ പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. കാരണം ഇതൊരു നിയമമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി വരണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ ഇനി ഒരു ഡിസ്കഷൻ വന്ന് അതിലൊരു ഭൂരിഭാഗം വോട്ടിംഗ് കിട്ടിയാൽ മാത്രമേ അവരത് നിയമമാക്കുന്നതിനെ പറ്റി ആലോചിക്കുകയുള്ളൂ. അതിനു മുന്നേ ഇനി പബ്ലിക് കൺസൾട്ടേഷൻ അങ്ങനെയുള്ള പല കടമ്പകൾ കിടക്കാനുണ്ട്. അപ്പൊ അതിന് ഈ ഒരു വർഷം അവസാനം വരെ, ഒരു പക്ഷേ ഈ ഒരു ഗവൺമെന്റിന്റെ കാലാവധി തീരുന്ന വരെ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് പാനിക്കായിട്ട് മറ്റു രാജ്യങ്ങൾ നോക്കി ഓടേണ്ടതായിട്ടുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചോളട്ടെ. എന്നിരുന്നാലും വേറൊരു രാജ്യത്ത് പോകുക എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷനാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും ഇനി പോകാൻ തീരുമാനിക്കുന്നവരാണെങ്കിലും ഇനി വരാൻ പോകുന്നവർക്കും ഇവിടെ നിൽക്കുന്നവർക്കും വേണ്ടി ഒരു നന്മ ചെയ്തിട്ട് പോകാൻ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വോയിസ് കൗണ്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പെറ്റീഷൻ റേസ് ചെയ്യാറുണ്ട്. അതെല്ലാം കൺസിഡർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് മുന്നേ ഉള്ള നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. കാരണം കൊറോണ കഴിഞ്ഞ സമയത്ത് ഈ IHS സർചാർജ് കീ വർക്കേഴ്സിന് മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ ഒരുപാട് പെറ്റീഷൻ ചെല്ലുകയും അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് നടത്തി ഇപ്പൊ നമുക്ക് IHS സർചാർജ് ഇല്ല. അപ്പൊ നമ്മുടെ വോയിസ് കൗണ്ട് ചെയ്യുന്ന ഒരു രാജ്യമാണിത്. അപ്പൊ അതിനുവേണ്ടിയുള്ള, അതായത് ILRന്റെ 10 വർഷം ചുരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പെറ്റീഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും എല്ലാവരും അതിന് വോട്ട് ചെയ്യുക. കാരണം 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് അതിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ അതൊരു ഡിസ്കഷൻ ആയിട്ട് വരും. നമ്മുടെ വോയിസ് അവിടെ കേൾപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അത് മറക്കാതെ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചോളുന്നു.